സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നേരത്തെ ഈ പേര് വ്യക്തമാക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് നേരത്തെ ഹണി റോസ് പങ്കുവച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പേര് സഹിതം പരാതി പോലീസിലേക്ക് നൽകുകയാണ് ഹണി റോസ്. ഒരു നിയമവഴിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? ഹണി റോസ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് നൽകിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വ്യവസായി കൂടിയായ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു. അതിൽ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അശ്ലീല പരാമർശങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 2 തവണയായി അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ പേര് പറയാതെ തന്നെ ഒരു വ്യക്തി തുടർച്ചയായി പിന്തുടർന്ന് അപമാനിക്കുന്നു, അശ്ലീല ചുവയോടെ സംസാരിക്കുന്നു തുടങ്ങിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അതാര് എന്ന ചോദ്യവും ഉയർന്നതാണ്. ആ പേര് വ്യക്തമാക്കണം എന്ന് പല കോണുകളിൽ നിന്നും അവരോട് തന്നെ ആവശ്യവും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അവരവരുടെ ഈ വ്യവസായിയുടെ പേര് വ്യക്തമാക്കിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരാണ് തനിക്ക് പിന്നാലെ നടന്ന് തന്നെ തുടർച്ചയായി ശല്യം ചെയ്യുന്നത്, തന്നെ അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ അപമാനിക്കുന്നത് എന്ന് നിലവിൽ ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ചില കാര്യങ്ങൾ കൂടി പറയുന്നത്, താങ്കളെ മാത്രമല്ല താങ്കൾക്ക് ഒപ്പമുള്ള താങ്കളുടെ അതേ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികളും പിറകെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഹണി റോസ്. ഒപ്പം തന്നെ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിച്ചോളൂ, ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മരട് സ്വദേശി ഒരു ഷാജി അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഹണി റോസിന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ അശ്ലീല പരാമർശം നടത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി വന്നിട്ടുള്ളത്. പരാതിയിന്മേൽ സ്വാഭാവിക നടപടി എന്ന നിലയിൽ പോലീസിന് കേസെടുത്തേ തീരൂ. അവരെ പല വേദികളിൽ വെച്ച് അപമാനിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ അടക്കം പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സെൻട്രൽ പോലീസിന് കേസെടുക്കേണ്ടി വരും. ആ കേസിൽ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യങ്ങൾ കുറച്ച് കടുപ്പമേറിയതാകും, ബുദ്ധിമുട്ടുള്ളതാകും. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വൈകാതെ ഹൈക്കോടതിയിലേക്ക് എത്തും എന്ന് കരുതാം. ശരി, സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ശ്രീകാന്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.